നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെയുള്ള ഇഡി കുറ്റപത്രത്തിന്റെ പേരിൽ ബിജെപിക്കെതിരെ DMKയുടെ വിമർശനം. ഇഡി നടപടി അംഗീകരിക്കാൻ ആവാത്തതും നാണംകെട്ട പ്രതികാര രാഷ്ട്രീയവുമാണെന്നും DMK ട്രഷററും പാർലമെന്ററി പാർട്ടി നേതാവുമായ TR ബാലു പറഞ്ഞു. വിവിധ പാർട്ടികളെ ഏകോപിപ്പിച്ച് വഖഫ് നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് BJP എതിർക്കുന്നതിലുള്ള പ്രതികാരമാണിത്. നടപടിയെ DMKയുടെ പേരിൽ ശക്തമായി അപലപിക്കുന്നുവെന്നും TR ബാബു പാർട്ടി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഗുജറാത്തിൽ അടുത്തിടെ നടന്ന AICC യോഗത്തിൽ കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളെ ഉയർത്തിക്കാട്ടിയത് BJP അസ്വസ്ഥരാക്കി. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടന്ന AICC സമ്മേളനത്തിനിടയിലും ED റെയ്ഡുകൾ നടത്തി. വഖഫ് നിയമത്തിനെതിരെ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നതും പ്രതിപക്ഷ പാർട്ടികളെ ചേർത്ത് നിർത്തുന്നതും BJP സർക്കാരിനെ അസ്വസ്ഥരാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ സംരംഭങ്ങളെയും അതിന്റെ പരാജയങ്ങളെയും കോൺഗ്രസ് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ED കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അവർ വെറുതെ വിടുന്നില്ല. കോൺഗ്രസിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തതിനാൽ BJP സർക്കാർ EDയെയും മറ്റ് ഏജൻസികളെയും കെട്ടഴിച്ചു വിടുകയാണ്. ഇത് അംഗീകരിക്കാനാവാത്തതാണ്, ലജ്ജാകരമായ രാഷ്ട്രീയ പ്രതികാരമാണെന്നാണ് TR ബാലുവിന്റെ വിമർശനം. അതേസമയം 988 കോടിയുടെ വെട്ടിപ്പാരോപിച്ചാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയും രാഹുലും അടക്കമുള്ളവർക്കെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചത്. സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാണ്. പ്രതികാര രാഷ്ട്രീയമെന്ന കോൺഗ്രസ് ആരോപണം BJP തള്ളുകയും കൊള്ളയടിക്കാൻ ആർക്കും ലൈസൻസ് ഇല്ലെന്ന് വിഷയത്തിൽ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ ഓഹരികൾ യങ് ഇന്ത്യയിലേക്ക് മാറ്റിയതിൽ സുതാര്യതയില്ല. എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിനായി എല്ലാ ഓഹരികൾ മാറ്റിയെന്നുള്ള കണ്ടെത്തലാണ് ED. പകരം സ്വത്ത് കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കൈമാറ്റം. ഇത് തന്ത്രപരമായ നീക്കമാണെന്നും കോൺഗ്രസിൽ നിന്നും AGLന് ലഭിച്ച വായ്പ ഈ ഏറ്റെടുക്കൽ സുഗമമാക്കുന്നതിനുള്ളൊരു വ്യാജ ഇടപാടായിരുന്നെന്നും ED ആരോപിക്കുന്നുണ്ട്. യങ് ഇന്ത്യ ലിമിറ്റഡിന് ലാഭം വിതരണം ചെയ്യാൻ അനുവാദമില്ലാത്തതിനാൽ യഥാർത്ഥ മൂല്യം ഡിവിഡൻറ്റുകളിലല്ല ആസ്തി നിയന്ത്രണത്തിലാണെന്നും ED പറയുന്നുണ്ട്. എന്തായാലും നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ് തുടർ നടപടികൾക്കായി പരിഗണിക്കാനിരിക്കെ മുതിർന്ന നേതാക്കളുടെ അടിയന്തര യോഗം കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. സമ്പൂർണ്ണമായി പാർട്ടി നേതാക്കൾക്ക് സംരക്ഷണം നൽകുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാന ചുമതലക്കാരും പോഷക സംഘടനാ പ്രസിഡന്റുമാരുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സോണിയാഗാന്ധിയെയും രാഹുലിനെയും സംരക്ഷിച്ച് നീങ്ങാൻ യോഗത്തിൽ ധാരണയായി. കേസിൽ 1-ാം പ്രതിയാണ് സോണിയാഗാന്ധി, 2-ാം പ്രതിയാണ് രാഹുൽ ഗാന്ധി. നേതാക്കൾ സോണിയയ്ക്കും രാഹുലിനും പിന്തുണ അറിയിച്ചു. കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ED പ്രതികളാക്കിയത് തികച്ചും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ഖാർഗെ ആമുഖ പ്രസംഗത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇത്തരം നീക്കങ്ങളിൽ കോൺഗ്രസ് ഭയപ്പെടില്ല എന്നും അഹമ്മദാബാദിൽ AICC സമ്മേളനം ചേർന്നതിന് പിന്നാലെയാണ് സോണിയയ്ക്കും രാഹുലിനുമെതിരായ നീക്കം ED നടത്തിയതെന്നും യങ് ഇന്ത്യ ലിമിറ്റഡ് ലാഭത്തിനായി പ്രവർത്തിക്കുന്ന കമ്പനിയല്ലെന്നും അസോസിയേറ്റഡ് ജേർണൽസിൻ്റെയോ ഓഹരികളോ ലാഭമോ ആർക്കും കൈമാറാനാവില്ല. BJP നേതാക്കൾ വിഷയത്തിൽ വലിയ രീതിയിൽ നുണപ്രചരണം നടത്തുകയാണെന്നും ഖാർഗെ പ്രസംഗിച്ചു. സത്യാവസ്ഥ ജനങ്ങളിൽ എത്തിക്കണം. കോൺഗ്രസിന്റെ പോരാട്ടം ദുർബലപ്പെടില്ല. വഖഫ് വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ സുപ്രീം കോടതി ഗൗരവത്തിലെടുത്തിട്ടുണ്ടെന്നും ഖാർഗെ പറഞ്ഞു. എന്തായാലും നാഷണൽ ഹെറാൾഡ് കേസ് വലിയ രീതിയിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. BJP ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കിയുമാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ ഇത്തരം വിഷയങ്ങൾ വരുന്നതെല്ലാം തന്നെ BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള നീക്കമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ രാജ്യത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ BJP എതിർക്കുകയും രാജ്യത്ത് ആർക്കും അഴിമതി നടത്താൻ ലൈസൻസ് ഇല്ല എന്നും BJP പ്രതികരിക്കുകയും ചെയ്തു.